ഇന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ ഭാഗം അതൊന്ന് റിമൈൻഡ് ചെയ്യാം. ഒന്നോർത്ത് നോക്കി. കഴിഞ്ഞ ദിവസം നിങ്ങൾ ലാസ്റ്റിൽ പഠിച്ചു നിർത്തിയ സംഭവം എന്തായിരുന്നു? പറഞ്ഞേ. ഓർക്കാൻ പറ്റുന്നില്ലേ? ഇന്റർനാഷണൽ ഡെയ്ഡ് ലൈനെ പറ്റി പറഞ്ഞു. പിന്നെ ഒരു ടേബിള് നമ്മൾ പൂർത്തീകരിച്ചിരുന്നല്ലോ. എന്തുവായിരുന്നത്? ഒരു ടേബിള് നമ്മൾ പൂർത്തീകരിച്ച ഓർമ്മയില്ലേ? എന്തുവായിരുന്നത്? എന്തുവായിരുന്നത്? വേഗം പറഞ്ഞോളൂ. അതായത് ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും അല്ലേ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും പോകുമ്പോൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലൂടെ അല്ലേ ഈസ്റ്റിലേക്കും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലൂടെ വെസ്റ്റിലേക്കും ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും ഗ്രീനിച്ച് ലൈനിൽ നിന്നും പ്രൈം മെറിഡിയൻ എന്നാണ് അതറിയപ്പെടുന്നത് അല്ലേ? ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും നമ്മൾ പോകുമ്പോൾ ഓരോ 15 ഡിഗ്രി, ഓരോ 15 ഡിഗ്രി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലേ ഏരിയയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലേ 15 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാൻഡ് ഏരിയയിലൂടെ അല്ലെങ്കിൽ ഓഷ്യൻ ഏരിയയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ അവിടെ നമുക്ക് ടൈം വേരിയേഷൻ അനുഭവപ്പെടും. ഓരോ 15 ഡിഗ്രിക്കും ഈസ്റ്റ് വാർഡിലേക്ക് 1 അവർ വെച്ച് അഡ്വാൻസ് ചെയ്യപ്പെടുന്നു അല്ലേ? വെസ്റ്റ് വാർഡിലേക്ക് 1 അവർ വെച്ച് നമുക്ക് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിൽ ചെന്ന് നിൽക്കുന്നു, 2 സൈഡിലൂടെയും, ഈസ്റ്റിലൂടെയും വെസ്റ്റിലൂടെയും. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഒരു കാര്യം ഉണ്ടായിരുന്നു, കണ്ടെത്തിയൊരു ഫാക്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പറയൂ. ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിലെത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തുത, ഈസ്റ്റിലൂടെ സഞ്ചരിച്ച് 12 മണിക്കൂർ അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിലെത്തുന്നത്, 180 ഡിഗ്രിയിലെത്തുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് വാർഡ് നമ്മൾ 180 ഡിഗ്രിയിൽ എത്തുമ്പോൾ അല്ലേ, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് നമ്മൾ 180 ഡിഗ്രിയിലെത്തുമ്പോൾ അവിടെയും 12 മണിക്കൂറിൻ്റെ കുറവുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ കൂടുന്നു, ഓരോ മണിക്കൂർ വെച്ച് 12 മണിക്കൂർ കൂടുന്നു. അതുപോലെ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഓരോ മണിക്കൂർ വെച്ച് കുറഞ്ഞ് 12 മണിക്കൂർ കുറയുന്നു. ഫലത്തിൽ 12 + 12 24 മണിക്കൂറിൻ്റെ വ്യത്യാസം, 12 അവേഴ്സിൻ്റെ വ്യത്യാസം. ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും നമ്മൾ കിഴക്കോട്ട് പോയി 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിൽ എത്തുമ്പോഴും പടിഞ്ഞാറോട്ട് പോയി ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിൽ എത്തുമ്പോഴും ഇൻ ടോട്ടൽ ഒരു 24 അവേഴ്സിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്നു. അഥവാ ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ന് വെച്ചാൽ തൊട്ട് കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും തൊട്ടടുത്തുള്ള 2 പോയിന്റുകൾ തമ്മിൽ തന്നെ 24 അവേഴ്സിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്നു. ഈ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും. എന്താണ് പ്രയാസം? പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും. എന്താണ് പ്രയാസം? ഈ ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈൻ ഒരു രാജ്യത്ത് കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലേ, ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈൻ ഒരു രാജ്യത്ത് കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ലൈൻ ഒരു ലൈനാണത് അല്ലേ. ഒരു ലൈനിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവും ഉള്ള ആൾക്കാർക്ക് 2 ദിവസം അല്ലേ, 2 ഡേയ്സ് എന്നുള്ള ഒരവസ്ഥ വരും. 2 ദിവസം. ഇപ്പോൾ 2 ദിവസം ഒരേ രാജ്യത്തല്ലേ, ഒരേ പ്രദേശത്ത് ഒരു ലൈനിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാർക്ക് അല്ലേ, അങ്ങനെ വന്നാൽ നമുക്ക് അല്ലേ ഒരുപാട് സാങ്കേതികങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ആ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അല്ലേ. അതിന് നമ്മൾ ചെയ്തത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇൻ്റർനാഷണൽ ഡെയ്ഡ് ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു?
ആ അതെ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരുന്ന ഭാഗം പസഫിക് ഓഷ്യൻ്റെ അല്ലേ, നോർത്ത് പസഫിക് ഓഷ്യൻ്റെ ഒരു ഭാഗം അവിടെ കര വരുന്നുണ്ട്. ഏതൊക്കെ കരകളാണ് അവിടെ വരുന്നത്? നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 17 കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് നോക്കിയിരുന്നു. 2 വൻകരകളാണ് അല്ലേ, 2 കോണ്ടിനെൻറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഏതൊക്കെ കോണ്ടിനെൻറ്റ്സ് ആണ് വരുന്നത്? പറഞ്ഞോളൂ. ഒന്നുകൂടെ പറഞ്ഞേ, കേക്കട്ടെ, ക്ലിയർ ആയില്ല. സൈബീരിയ, സൈബീരിയ എന്നാണ് വായിക്കുന്നത് കേട്ടോ. സൈബീരിയ എന്നൊരു സ്ഥലമുണ്ട്, അലാസ്ക എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 2 കോണ്ടിനെൻറ്റ്സിന്റെ ഭാഗമാണ്. ഏതൊക്കെ കോണ്ടിനെൻറ്റ്സിന്റെ ഭാഗമാണ്? സൈബീരിയയും അലാസ്കയും. സൈബീരിയ ഏഷ്യ വൻകരയുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമാണ്. ഏഷ്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായ പഴയ സോവിയറ്റ് യൂണിയൻ്റെ അല്ലെ ഇപ്പോഴത്തെ റഷ്യയുടെ ഭാഗമായിട്ടുള്ള അല്ലേ ഒരു പ്രദേശമാണ് സൈബീരിയ. ഐസി കോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഏതാണ്ട് ഫ്രിജിഡ് സോണിന് അല്ലേ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അലാസ്ക. അലാസ്ക എവിടെയാണ്? നോർത്ത് അമേരിക്ക. വെരി ഗുഡ്. നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന വൻകരയുടെ പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അലാസ്ക. ഏഷ്യയിൽ റഷ്യയുടെ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് സൈബീരിയ. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നോർത്ത് പസഫിക് ഓഷ്യൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെ ഒരു ചെറിയ കടലിടുക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു ചെറിയ കടലിടുക്കുണ്ട്. ഏതാണ് ആ കടലിടുക്ക്? ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. സ്ട്രെയിറ്റിൻ്റെ പേരെന്തുവാ? കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. ബെറിങ് സ്ട്രെയിറ്റ്. ബെറിങ്, BERING, ബെറിങ് സ്ട്രെയിറ്റ്. ബെറിങ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു കടലിടുക്കാണ്. നിങ്ങൾ കാണാം, അവിടെ പുസ്തകത്തിൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ സൈബീരിയ അല്ലേ, സൈബീരിയയുടെ കിഴക്കേ അറ്റവും അലാസ്കയുടെ പടിഞ്ഞാറേ അറ്റവും ജസ്റ്റ് അങ്ങോട്ട് വന്ന് മുട്ടുന്ന ഭാഗത്തൊരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഇവിടെ വെള്ള കളറിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ബ്ലാക്ക് കളറിൽ കോണ്ടിനെൻറ്റും വൈറ്റ് കളറിൽ ഓഷ്യനുമാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അവിടെ ആ ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ കടലിടുക്കാണ്. അതിലൂടെ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഉദാഹരണം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അവിടെ കാണിച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ അതേപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സൈബീരിയയുടെ കിഴക്കേ അറ്റത്തെ A എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ? ആ A എന്ന പോയിന്റിലൂടെയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നത്, യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത് അല്ലേ. ആക്ച്വലി യഥാർത്ഥത്തിൽ ജെന്യുനായിട്ട് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകേണ്ടത് ആ A എന്ന പോയിന്റിലൂടെയാണ്. പക്ഷേ ആ A എന്ന പോയിന്റിൽ അധിവസിക്കുന്ന ആൾക്കാരുടെ അല്ലെ ആ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ആൾക്കാരുടെ കാര്യം ശ്രദ്ധിക്കുക അല്ലേ. ആ ലൈൻ കടന്നു പോകുന്നതിൻ്റെ തൊട്ട് കിഴക്ക് വശവും തൊട്ട് പടിഞ്ഞാറ് വശവും ഉള്ളവർക്ക് 2 ദിവസം അനുഭവപ്പെടും. ഇവിടെ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് ഒരിടത്ത് വെള്ളിയാഴ്ചയാണ്, മറ്റൊരിടത്ത് വ്യാഴാഴ്ചയാണ്. 10 PM ഫ്രൈഡേ ആണ് ഇടത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്, സൈബീരിയയുടെ ഭാഗം കാണിച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ വലതുവശത്ത് 10 PM തേഴ്സ്ഡേ ആണ് കാണിച്ചിരിക്കുന്നത്, വ്യാഴാഴ്ച. കാരണം വ്യക്തമാണല്ലോ, അവിടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്യുന്നു. അതിൻ്റെ ഇരുപുറവും 24 അവേഴ്സിൻ്റെ അല്ലെ 1 ഡേയുടെ ടൈം വേരിയേഷനുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമായി. എന്താണ് പ്രശ്നം? A എന്നുള്ള പ്രദേശത്ത് അധിവസിക്കുന്ന A എന്ന പോയിന്റ് കാണിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് അധിവസിക്കുന്ന ആൾക്കാർക്ക് ഒരു ലൈനിന് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ഒരാൾ പറയും വ്യാഴാഴ്ചയാണ്, വേറൊരാൾ പറയും വെള്ളിയാഴ്ചയാണ് അല്ലേ. ഇത് സാങ്കേതികമായിട്ട് വളരെയധികം അല്ലേ പ്രശ്നങ്ങളുണ്ടാക്കും. ടെക്നിക്കലായിട്ട് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്,
അതുകൊണ്ട് നമ്മൾ അല്ലേ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ, ഗ്ലോബിൽ അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അല്ലേ. ഏതൊരു റൂളും നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് ഡീവിയേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ള ആ ഒരു ലൈനിനെ നമ്മളത് ഡീവിയേറ്റ് ചെയ്യുവാണ്. നോർത്ത് പസഫിക് ഓഷ്യൻ്റെ അല്ലേ ഭാഗമായിട്ട് വരുന്ന ബെറിങ് സ്ട്രൈറ്റിലൂടെ അതിനെ ഡീവിയേറ്റ് ചെയ്ത് കടത്തിവിടുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ പഴയ പൊസിഷനിലോട്ട് വരാനായിട്ട് വന്നു. പക്ഷേ അവിടെയും പല ഭാഗങ്ങളിലായിട്ട് അല്ലേ പസഫിക് ഓഷ്യൻ്റെ ആ സൈബീരിയയുടെയും അലാസ്കയുടെയും തെക്ക് ഭാഗത്തായിട്ട് പല ദ്വീപുകൾ, പല ഐലൻഡ്സ് കിടപ്പുണ്ട്. അപ്പോൾ ഐലൻഡ്സിലൂടെ ഒന്നും കയറി പോകാൻ പാടില്ല, കാരണം ഐലൻഡ്സിലൊക്കെ മനുഷ്യവാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഐലൻഡ്സിനെ എല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെയും ചില ഡീവിയേഷൻസ് വരുത്തി. അങ്ങനെ കുറേ ഡീവിയേഷൻസ് നിങ്ങൾ പുസ്തകത്തിൽ കാണാം. സിക്സാഗ് ആയിട്ടുള്ള വര അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിക്സാഗ് മോഷൻ നമ്മളിവിടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിന് വരുത്തിയിട്ടാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, ഗ്ലോബിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഗ്ലോബിൻ്റെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരുന്ന ഭാഗമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നവർക്കായി ക്ലാസ്സും നമ്മുടെ ഈ പാഠഭാഗവും മനസ്സിലാക്കി ശ്രദ്ധിക്കുന്നവർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം. എന്തായിരിക്കാം ആ കൺഫ്യൂഷൻ? ആർക്കെങ്കിലും അതൊന്ന് ചോദിക്കാമോ? ഒരു ഡൗട്ട് അവിടെ ചോദിക്കാനുണ്ട്. ശരിക്കും എന്താണ് ആ ഡൗട്ട്? ആ മാപ്പ് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ പറയുക. പേജ് നമ്പർ 17 കിടക്കുന്ന മാപ്പ് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവേണ്ടതാണ് അവിടെ ന്യായമായിട്ട്. എന്താണ് ആ ഡൗട്ട്? പറയാൻ പറ്റത്തില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളൊരു ഡൗട്ട്സും എന്നോട് ചോദിക്കാറില്ല. ഞാനിപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയും നമ്മൾ അഡ്വാൻസ് ചെയ്തു. പക്ഷേ സംശയങ്ങളൊന്നും ആരോ ഒന്നോ രണ്ടോ പേരിങ്ങനെ എഴുതി ചോദിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. എന്താ ഡൗട്ട്സ് ഇല്ലാത്ത? പറഞ്ഞോ. ക്രോസ് ആയിട്ട് ലൈൻ ഉണ്ടോ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അവിടെ ക്രോസ് ആയിട്ട് ശരിക്കും വരയ്ക്കേണ്ടത്. പക്ഷെ നമ്മളവിടെ ഡീവിയേറ്റ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കി. 24 hours ടൈം വേരിയേഷൻ അതിൻ്റെ 2 കുറവും വരുന്നതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്ന ആ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നണം. ആ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാനതങ്ങ് ക്ലിയർ ചെയ്യാം. അല്ലേ ഞാൻ ഈ ഡൗട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്യണം. കാണുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് ഇതാണ്. ഈസ്റ്റ് വെസ്റ്റ് അതിലുള്ള കൺഫ്യൂഷനാണ്. എന്തോ ഈസ്റ്റ് വെസ്റ്റ് കൺഫ്യൂഷൻ അവിടെ വരുന്നത്? ദിക്കുകളിലെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും മാപ്പിൽ നമ്മൾ മുകൾ ഭാഗത്ത് നോർത്ത്, താഴ്ഭാഗത്ത് സൗത്ത്, വലതുവശം ഈസ്റ്റ്, ഇടതുവശം വെസ്റ്റ്, അങ്ങനെയാണ് വരയ്ക്കുന്നതല്ലേ വരയ്ക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഗ്രീനിച്ച് ലൈനിൽ നിന്നും കിഴക്കേ അറ്റത്ത് കിടക്കുന്ന അല്ലേ, ഗ്രീനിച്ച് ലൈനിൽ നിന്ന് കിഴക്കോട്ട് പോയി ഏഷ്യയിൽ, റഷ്യയിൽ അല്ലേ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സൈബീരിയയിൽ അതിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഭാഗമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഇടതുവശത്താണ് വരച്ചിരിക്കുന്നത്, വെസ്റ്റിലാണ്. അതേസമയം അലാസ്ക നമുക്കറിയാം ഗ്രീനിച്ചിൽ നിന്നും പടിഞ്ഞാറോട്ട് വളരെ ദൂരം സഞ്ചരിച്ചാലേ നോർത്ത് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള അലാസ്കയിൽ എത്തത്തുള്ളൂ. ആ അലാസ്കയെ കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ വലതുവശത്താണ്, ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? അതാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു സംശയം. മാപ്പിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, സൈബീരിയ പടിഞ്ഞാറ് ഭാഗത്തും അലാസ്ക കിഴക്ക് ഭാഗത്തും. പക്ഷെ ഗ്രീനിച്ചിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ സൈബീരിയ കിഴക്കേ അറ്റത്തേക്ക് മാറും, അതേസമയം അലാസ്ക പടിഞ്ഞാറേ അറ്റത്തേക്ക് മാറണം. ഇവിടെ മറ്റൊന്നുമല്ല, ഗ്ലോബ് നിങ്ങളൊന്ന് അല്ലേ ആ ഒരു പൊസിഷനിലൊന്ന് തിരിച്ചു വെച്ചിട്ട് നോക്കിയാൽ നമുക്കിത് തന്നെ കാണാം. അതായത് ഭൂമിയുടെ മിനിയേച്ചർ ഫോമായിട്ടുള്ള ഗ്ലോബ് നമ്മളൊന്ന് തിരിച്ച് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നമുക്ക് ഫേസ് ചെയ്യുന്ന വരുന്ന രീതിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം വലതുവശത്ത് അലാസ്കയും ഇടതുവശത്ത് സൈബീരിയയും.
അതിന് നടുക്കൂടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു സംഭവം അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാകാമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ നിന്നും കിഴക്കോട്ട് മാറുമ്പോൾ അല്ലെ, കിഴക്ക് വശത്താണ് നമ്മൾ തേഴ്സ്ഡേ കൊടുത്തിരിക്കുന്നത്, പടിഞ്ഞാറ് വശത്താണ് ഫ്രൈഡേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താണ്, കിഴക്കോട്ട് പോകുമ്പോൾ ടൈം അഡ്വാൻസ് ചെയ്യുവാണ്, പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ടൈം കുറയുകയാണ് അല്ലേ. കിഴക്കോട്ട് പോകുമ്പോൾ ടൈം അഡ്വാൻസ് ചെയ്യുന്നു, പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ടൈം കുറയുന്നു. അങ്ങനെയാണല്ലോ പഠിച്ചത്. അപ്പോൾ നമ്മൾക്കതിപ്പോൾ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ക്ലിയർ ആകും. സൈബീരിയ അല്ലേ, ഏഷ്യ വൻകരയുടെ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന സൈബീരിയ, ഗ്രീനിച്ചിൽ നിന്നും വളരെ കിഴക്ക് മാറി കിടക്കുന്ന സൈബീരിയ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇടതുവശത്താണ്, വെസ്റ്റേൺ സൈഡിലാണ്, ഭൂപടത്തിൻ്റെ വെസ്റ്റേൺ പോർഷനിലാണ്. അതേസമയം അലാസ്ക നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ്, ഗ്രീനിച്ചിൽ നിന്നും വളരെ പടിഞ്ഞാറ് മാറി കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കിഴക്ക് വശത്തായിട്ടാണ്, വലതുവശത്തായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഗ്ലോബ് എടുത്ത് വെച്ചിട്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നമുക്ക് ഫേസ് ചെയ്ത് വരുന്ന രീതി നോക്കിക്കഴിയുമ്പോൾ നമുക്കിത് ക്ലിയർ ആകും. വലതുവശത്ത് അലാസ്കയും കാണാം, ഇടതുവശത്ത് സൈബീരിയയും കാണാം. അപ്പോൾ ഇത് വെച്ച് വേണം, ആ ഒരു വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനി മനസ്സിലാക്കാനായിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കട്ട് ചെയ്യുന്ന ആ ലൈൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വലതുവശത്തായിട്ട് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ നമുക്കിനി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത വശത്തായിട്ടുള്ള പോർഷൻ, അതായത് സൈബീരിയ വരുന്ന പോർഷൻ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ തൊട്ട് വലതുവശത്ത് കിടക്കുന്ന ഭാഗം അലാസ്കയുടെ അല്ലേ, ആ സെക്ഷൻ, അവിടെ നമ്മൾ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് എഴുതി വെക്കണം. എന്നാൽ മാപ്പിൻ്റെ അല്ലേ, മൊത്തത്തിൽ മാപ്പ് എടുക്കുമ്പോൾ നമ്മൾ വലതുവശത്ത് ഈസ്റ്റ് എന്നും ഇടതുവശത്ത് വെസ്റ്റ് എന്നും മുകൾ ഭാഗത്ത് നോർത്ത് എന്നും താഴ്ഭാഗത്ത് സൗത്ത് എന്നും അങ്ങനെയാണ് എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? പറഞ്ഞത് മനസ്സിലായോ? ഇത് നോർത്ത് എന്ന് എഴുതണം, ഇവിടെ സൗത്ത് എന്ന് എഴുതണം, NS, ഇവിടെ ഈസ്റ്റ്, ഇവിടെ W വെസ്റ്റ്, അങ്ങനെ നോട്ട് ചെയ്യണം മാപ്പിൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇടതുവശത്ത് അല്ലേ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, സൈബീരിയയുടെ മുകളിൽ ഭാഗത്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നൊന്ന് നോട്ട് ചെയ്യണം, പെൻസിലുണ്ടായാലും മതി. അലാസ്കയുടെ മുകളിൽ ഈ ഭാഗത്ത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും WH എന്ന് EH എന്നൊക്കെ എഴുതിയാലും മതി, എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം വളരെ എളുപ്പമാകും. എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്? ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഏത് കോണ്ടിനെൻറ്റിൽ നിന്നും എവിടേക്ക് പോകുമ്പോഴാണ് അല്ലേ ടൈം അഡ്വാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുന്നത്? ഇവിടെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. 10 PM ഫ്രൈഡേ ആണ് സൈബീരിയൻ പോർഷനിൽ വരുന്നത്. അലാസ്കയുടെ ഭാഗത്ത് വരുന്നത് 10 PM തേഴ്സ്ഡേ ആണ് അല്ലേ. അപ്പോൾ ഒരാൾ സൈബീരിയയിൽ നിന്നും, അതായത് ഏഷ്യയിൽ നിന്നും നോർത്ത് അമേരിക്കയിലേക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് ഈ ബെറിംഗ് സ്ട്രൈറ്റ് എല്ലാം കടന്നിട്ട് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലേ, ഏഷ്യയിലുള്ള സൈബീരിയയിലുള്ള ഇയാൾക്ക് എന്ത് സംഭവിക്കും? ഒരു ദിവസം കൂടുതലായിട്ട് കിട്ടും. എന്നുവെച്ചാൽ ഇവിടെ ഫ്രൈഡേ ആയിരുന്ന സമയത്ത് അവർ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് ഈ ബെറിംഗ് സ്ട്രൈറ്റ് ഒക്കെ കടന്ന് അപ്പുറത്തോട്ട് പോയി അലാസ്കയിലെത്തി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുവാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ കപ്പൽ യാത്രയുടെ അങ്ങോട്ടുള്ള ആ പ്ലെയിൻ യാത്രയുടെ കപ്പൽ യാത്രയുടെ ടൈം നിങ്ങൾ കണക്കാക്കണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. ഒരാൾ A എന്നുള്ള പോയിന്റിൽ നിന്നും അല്ലേ ഈ സൈബീരിയയുടെ കോസ്റ്റെല്ലാം ക്രോസ് ചെയ്ത് ഇവിടെ ബെറിംഗ് സ്ട്രൈറ്റ് കടന്ന് അപ്പുറത്ത് അലാസ്കയിലോട്ട് ചെന്നു, പെട്ടെന്ന് കടന്നു ചെന്നു. അല്ല, ഇവിടെ വന്നിരിക്കുകയായിരുന്നു ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ തൊട്ടപ്പുറത്തോട്ട് അവർ ക്രോസ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള അലാസ്കയിലുള്ളവർ പറയുവാണ് ഇന്ന് വ്യാഴാഴ്ചയാണെന്ന്. ശരിക്കും ഇയാൾ വെള്ളിയാഴ്ചയാണ് ഇപ്പുറത്തോട്ട് കടന്നത്. ഇവിടെ വെള്ളിയാഴ്ചയായിരുന്നു. അതേസമയം അലാസ്കയിലുള്ള ഒരാൾ ഈ ബെറിംഗ് സ്ട്രൈറ്റ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് സൈബീരിയയുടെ കരയിലോട്ടൊന്ന് കയറുന്നുണ്ടേ അവിടെ ഉള്ള ആൾക്കാർ പറയുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഒരു ദിവസം നഷ്ടപ്പെട്ടു അല്ലേ. വ്യാഴാഴ്ചയായിരുന്നു, അയാളിങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പുറത്തുള്ളവർ പറയുവാണ് എന്നോട് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 1 ഡേയുടെ ടൈം വേരിയേഷനാണ് വരുന്നത് ആ വിഷയം അല്ലേ. സംഗതി വളരെ സിമ്പിളാണ്. ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത്
അല്ലേ? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം ലാഭിക്കാൻ സാധിക്കും. അതേസമയം വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് ഒരാൾ ക്രോസ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം നഷ്ടപ്പെടുന്നതായിട്ടും അനുഭവപ്പെടും. ഇതൊരു തോന്നലെന്നേ ഉള്ളൂ. കാരണം ഈ ടൈം കാൽക്കുലേഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ അയാളുടെ ആയുസ് ഒരു ദിവസം കൂട്ടിക്കിട്ടുമോ കുറഞ്ഞു പോവുമോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? നമ്മുടെ ടൈം കാൽക്കുലേഷൻ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്നേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സൈബീരിയയിൽ നിന്നും അലാസ്കയിലേക്ക് എത്തുന്ന ആളിന് ഒരു ദിവസം ലാഭം ആയതായിട്ട് തോന്നുന്നു, കൂടുതൽ കിട്ടിയതായിട്ട് തോന്നുന്നു. അലാസ്കയിൽ നിന്ന് ഒരാൾ സൈബീരിയയിലേക്ക് ക്രോസ് ചെയ്തു പോയാൽ അയാൾക്കൊരു ദിവസം നഷ്ടപ്പെട്ടു പോയതായിട്ടും ഫീൽ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ടൈം കാൽക്കുലേഷൻ്റെ ഒരു പ്രത്യേകതയിൽ വരുന്ന സംഗതിയാണതല്ലേ. ഈ ടൈം, ഡേ അല്ലെങ്കിൽ ഇയർ, മന്ത്, അല്ലേ, ഈ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചില ബേസിക്കായിട്ടുള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങളെ ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ സമയം ഉണ്ടാക്കിയെന്നില്ല, വെറുതെ അല്ല, അല്ലേ? സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലേ, ഭൂമിയുടെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ഡേ ആൻഡ് നൈറ്റ് 24 hours ഈ കണക്കുണ്ട്. അതുപോലെ സൂര്യന് ചുറ്റും ഭൂമി ഒരു തവണ കറങ്ങി വരുന്നതിൻ്റെ സമയത്തെയൊക്കെ അപ്രോക്സിമേറ്റായിട്ട് നമ്മൾ കൂട്ടിയെടുത്തിട്ട് നമ്മൾ ഇയർ എന്നുള്ള കൺസെപ്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ തന്നെ 7 days എന്നും, അല്ലേ, 12 months എന്നും ഒക്കെയുള്ള കാൽക്കുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ 24 hours, അല്ലെ ഒരു ദിവസത്തെ 24 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 hour എന്നുള്ള ഡ്യൂറേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 hour തന്നെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് 60 minutes എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഓരോ മിനിറ്റിനെയും വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത്, അല്ലേ, 60 seconds എന്നാക്കുന്നുണ്ട്. ഈ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്, മനുഷ്യർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എറേഴ്സൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, നമുക്ക് ഇനിയും ടൈം കാൽക്കുലേഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വളരെ എളുപ്പമാണ്. ടൈം കാൽക്കുലേഷൻ എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് തന്നെ വരാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് തന്നെ വരാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ടൈം മെറിഡിയനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ ഏത് മാനക രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണത്. വേഗം പറഞ്ഞേ, വേഗം പറയൂ. On the basis of which longitude or time meridian we calculate Indian Standard Time? 82.5 degrees. Yes, 82.5 degree east. ഈസ്റ്റ് എങ്ങനെ വന്നെന്ന് അറിയാമല്ലോ. ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും 82.5 ഡിഗ്രി കിഴക്കോട്ട് മാറിയാണ് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന ടൈം മെറിഡിയൻ, നമ്മുടെ ടൈം മെറിഡിയൻ കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. 75 + 90/2, അല്ലേ? അതിന് വേറൊരു ബേസ് കൂടിയുണ്ട്, അതുകൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈം കാൽക്കുലേഷനിലേക്ക് പോകാം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന ഗുജറാത്തിൻ്റെയും പടിഞ്ഞാറേ അറ്റത്തുള്ള, അല്ലേ, റാനോ കച്ച് മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്, ലോഞ്ചിറ്റ്യൂഡാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. അതേസമയം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിൻ്റെ കിഴക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന, അല്ലേ, ആ ബോർഡറിൽ കൂടി കടന്നു പോകുന്ന മറ്റൊരു മെറിഡിയൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. ഇതിൻ്റെ വാല്യൂസ് കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്രോക്സിമേറ്റ് വാല്യൂ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. കൃത്യമായ വാല്യൂ ചെറിയ വേരിയേഷൻ ഉണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ മതി. 68 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ ബോർഡറിൽ കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് 68 ഡിഗ്രി ഈസ്റ്റ് എന്ന മെറിഡിയനാണ്. അതേസമയം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന, അല്ലേ, മെറിഡിയൻ 97 ഡിഗ്രി ഈസ്റ്റ് മെറിഡിയനാണ്. രണ്ടും ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്, അല്ലേ. 68 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ബൗണ്ടറിയിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ്.
97 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ ബോർഡറിൽ കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് 68 മുതൽ 97 വരെയാണ്. അപ്പോൾ 97ൽ നിന്നും 68 കുറച്ചാൽ നമുക്ക് അല്ലേ അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ 30 അല്ലെ 29 അല്ലേ അപ്രോക്സിമേറ്റ് ആയി കണക്കാട്ടോ. ചെറിയ വേരിയേഷൻ 97ൻ്റെ കൂടെ അല്പം ചില സെക്കൻഡുകൾ കൂടിയുണ്ട്. ഡിഗ്രിയെ നമ്മൾ വീണ്ടും സെക്കൻഡായിട്ട് തിരിക്കുന്നുണ്ട്. ഒരു ഡിഗ്രിയെ 60 സെക്കൻഡായിട്ട് തിരിക്കും. അതുപോലെ തന്നെ 68 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളതിൻ്റെ കൂടെ അല്പം കൂടെ മുന്നോട്ട് പോകും. അല്പം സെക്കൻഡ്സ് കൂടെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ മതി നമുക്കിവിടെ. 68 ഡിഗ്രി ഈസ്റ്റ് പടിഞ്ഞാറ് അറ്റത്ത്, 97 ഡിഗ്രി ഈസ്റ്റ് കിഴക്കേ അറ്റത്ത് ഇന്ത്യയുടെ. ഇത് രണ്ടും ഈസ്റ്റ് എന്നുള്ളത് വന്നെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഗ്രീനിച്ച് മെറിഡിയൻ 0 ഇങ്ങ് കിടക്കുവാണ് അല്ലേ, പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുവാണ്. ഇങ്ങോട്ട് മാറി പടിഞ്ഞാറ് അറ്റത്താണ് ഗ്രീനിച്ച് മെറിഡിയൻ കിടക്കുന്നത്. അവിടെ നിന്നും കിഴക്കോട്ട് 68 ഡിഗ്രി വരെയും അവിടെ നിന്നും പിന്നെയും കിഴക്കോട്ട് മാറി 97 ഡിഗ്രി വരെയുമുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പ്രശ്നം വന്നത് 29 ഡിഗ്രി അല്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത് ഉണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള സ്ഥലത്തിന് അപ്രോക്സിമേറ്റ് 2 അവേഴ്സിൻ്റെ ടൈം വേരിയേഷൻ വരും. അരുണാചൽ പ്രദേശിൽ അല്ലേ, ഇവിടെ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ നേരം വെളുക്കുന്ന സമയം അല്ലേ, അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഗുജറാത്തിൽ നേരം വെളുക്കത്തുള്ളൂ അല്ലേ. ഈ പ്രോബ്ലമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 1 മണിക്കൂർ 56 മിനിറ്റ് സമയ വ്യത്യാസമുണ്ട്. ഈ പ്രോബ്ലത്തെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2 ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെയും ഒത്ത മധ്യത്തിലൂടെ ഒരു വര വരയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 68 പ്ലസ് 97 ഡിവൈഡഡ് ബൈ 2, 68 പ്ലസ് 97 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള കാൽക്കുലേഷൻ ചെയ്യണം അല്ലേ. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ആൻസർ വരും. എന്താണ്, 82.5 ഡിഗ്രി ഈസ്റ്റ്. അതായത് 68 ഡിഗ്രി ഈസ്റ്റിനും 97 ഡിഗ്രി ഈസ്റ്റിനും ഒത്ത മധ്യത്തിലൂടെയുള്ള ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതിൻ്റെ വാല്യൂ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ വാല്യൂ ഇതാണ്, 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സമയം കണക്കാക്കാം. 82 ഡിഗ്രി ഈസ്റ്റിൽ അല്ലേ നട്ടുച്ച 12 മണിയാകുമ്പോൾ 97 ഡിഗ്രി ഈസ്റ്റിൽ വരുന്ന അരുണാചൽ പ്രദേശുകാരും 68 ഡിഗ്രി ഈസ്റ്റിൽ വരുന്ന ഗുജറാത്തുകാരും പറയുന്നു ശരിയാണ്, ഇപ്പോൾ പകൽ 12 മണി, നട്ടുച്ച 12 മണിയാണ്. അക്സെപ്റ്റ് ചെയ്യുവാണത്. ശരിക്കും 1 അവർ കൂടുതലായി ശരിക്കും 1 മണി അടുത്ത് ഇവിടെ ശരിക്കും 11 മണി കഴിഞ്ഞതേ 11 മണിയായതേ ഉള്ളൂ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ അങ്ങ് അംഗീകരിക്കുകയാണ്. എന്താണ്, സെൻട്രിൽ കൂടെ പോകുന്നില്ല, ഇനി സൂര്യൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇവിടെ ഇങ്ങനെ ഇതിനിടയ്ക്ക് വരും അല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുവാണ് നട്ടുച്ച 12 മണി. അപ്പോൾ ഈ രീതിയിലാണ് ടൈം കാൽക്കുലേഷൻ പോകുന്നത്. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം ഇതാണ്. ടൈം കാൽക്കുലേഷനിലേക്ക് വരുവാണ് കേട്ടോ. ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്നും എത്ര ഡിഗ്രി മാറിയാണ് ഇന്ത്യയുടെ ടൈം മെറിഡിയൻ കിടക്കുന്നത്? അതായത് പ്രൈം മെറിഡിയനിൽ നിന്നും എത്ര ഡിഗ്രി കിഴക്കോട്ട് മാറിയാണ് ഇന്ത്യയുടെ ടൈം മെറിഡിയൻ കിടക്കുന്നത്? വ്യക്തമാണ്, 82.5 ഡിഗ്രി ഈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ടൈം വേരിയേഷൻ എത്ര? ഗ്രീനിച്ചിൽ നിന്നും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന് എത്ര സമയ വ്യത്യാസമുണ്ട്? ഇതൊന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. .5 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ടൈം മെറിഡിയൻ. 0 ആണ് അല്ലേ ഗ്രീനിച്ച് മെറിഡിയൻ. 82.5 ഡിഗ്രി ആണ് അല്ലേ ഈസ്റ്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ മെറിഡിയൻ. അപ്പോൾ നമുക്ക് ഈ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ സമയം 12 noon ആണെന്നിരിക്കട്ടെ. 12 noon 0 ഡിഗ്രിയിൽ ഗ്രീനിച്ചിൽ 12 noon ആണ്, നട്ടുച്ച 12 മണിയാണെന്നിരിക്കട്ടെ. അപ്പോൾ 82 ഡിഗ്രി ഈസ്റ്റ് അല്ലേ ടൈം മെറിഡിയനായിട്ടുള്ള ഇന്ത്യയിലെ സമയം എത്ര? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര? IST എത്ര? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1 ഡിഗ്രി അല്ലേ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ 4 മിനിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ 82.5 ഡിഗ്രിക്കോ 82.5 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം വേരിയേഷൻ എത്ര ആയിരിക്കും?
അഞ്ചര. ആ അതെങ്ങനെ കണ്ടുപിടിച്ചു? ചുമ്മാ 5 എന്ന് പറഞ്ഞാൽ മതിയോ? 82.5 ഡിഗ്രി ഇൻറ്റു 4. അത് ചെയ്യുമ്പോൾ നമുക്ക് മിനിറ്റിലുള്ള സമയ വ്യത്യാസം കിട്ടും അല്ലേ? ഓക്കെ, നമുക്കത് ചെയ്യാം. 82.5 എന്നുള്ളതിനെ ഒന്ന് 0.5 എന്ന് ഇടുവാണ് അല്ലേ? ഹാഫിനെ നമുക്ക് 0.5 ആക്കാമല്ലോ. ഇൻറ്റു 4 ഒന്ന് ചെയ്യുക. നിങ്ങളും കൂട്ടത്തിൽ ചെയ്തു. ശരിയാണോ? 4 20 ശിഷ്ടം 2 അല്ലേ? 4 2 8 2 10 ശിഷ്ടം 1 4 32 33. 3300 വന്നു കഴിഞ്ഞാൽ ഡെസിമൽ ഇട്ട് കഴിയുമ്പോൾ 330 മിനിറ്റ്സ് അല്ലേ? 330 മിനിറ്റ്സ്. ഈ 330 മിനിറ്റ്സ് ആണ് ടൈം വേരിയേഷൻ. അതായത് ഗ്രീനിച്ചിലെ സമയത്തെക്കാട്ടിലും 330 മിനിറ്റ് കൂടുതലാണ് ഇന്ത്യയിലെ സമയം. 330 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? അത് കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞോ. 330 divided by 60. വെരി ഗുഡ്, വെരി ഗുഡ്. 330 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. 33/6 ചെയ്താൽ മതി അല്ലേ? 33 ഡിവൈഡഡ് ബൈ 6 5 ടൈംസ് 30 പിന്നൊരു 3 വന്നു അല്ലേ? പോയിന്റ് ഇട്ടു 30. ഇത്രയും ചെയ്താൽ മതി. എന്തുകൊണ്ട്? 5 hours എന്ന് ഇവിടെ കിട്ടി. റിമൈൻഡർ 3 കഴിഞ്ഞിവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ 30 എന്ന് കിട്ടി. 30 മിനിറ്റ്സ് അല്ലേ? അതായത് ഉത്തരം നമ്മൾ എഴുതുമ്പോൾ 5 hours 30 മിനിറ്റ്സ്. അതാണ് 5.5 hours. 5.5 മണിക്കൂറിൻ്റെ സമയ വ്യത്യാസമുണ്ട്. അതായത് ഗ്രീനിച്ചിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുമ്പോൾ കിഴക്കോട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അല്ലേ, ഗ്രീനിച്ചിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുമ്പോൾ കിഴക്കോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് 5.5 മണിക്കൂർ ഇവിടുത്തെ സമയത്തെക്കാട്ടിൽ മുന്നോട്ടാക്കി പറയണം, കൂട്ടി പറയണം. ഇവിടുത്തെ സമയം എത്ര? 12 noon, നട്ടുവച്ച 12 മണിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിയെടുത്താൽ എങ്ങനെ വരും അല്ലേ? 12ൻ്റെ കൂടെ 5.5 കൂട്ടിയാൽ 12ൻ്റെ കൂടെ 5.5 കൂട്ടുമല്ല ചെയ്യുന്നതാണോ? 12 മണി കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ എടുക്കണം അല്ലേ? 12 മണി കഴിഞ്ഞ സാധനം നമ്മളെങ്ങനെ 1 മണി 2 മണി 3 മണി 4 മണി 5 മണി പിന്നെ ഒരു 30 മിനിറ്റും കൂടെ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയായി? 5:30 PM അല്ലേ? ഇവിടെ 12 noon ആയിരുന്നു. 12 noon നിന്നും മുന്നോട്ടാണ് നമ്മൾ സമയം ഇവിടെ കണക്കാക്കേണ്ടത് അല്ലേ? അപ്പോൾ 12 മണി ഒരു 15 ഡിഗ്രി കിഴക്കോട്ട് മാറിയപ്പോൾ 1 മണി, വീണ്ടും ഒരു 15 ഡിഗ്രി കിഴക്കോട്ട് മാറിയപ്പോൾ 2 മണി അല്ലേ? പിന്നെ ഒരു 15 ഡിഗ്രി കിഴക്കോട്ട് മാറിയപ്പോൾ 3 മണി. അങ്ങനെ പോയി 82 ഡിഗ്രി ക്രോസ് ചെയ്തപ്പോൾ അല്ലേ അവിടെ എത്തിയപ്പോൾ 5 hours 30 minutes അഡ്വാൻസ് ചെയ്യപ്പെട്ടു, മുന്നോട്ട് പോകപ്പെട്ടു. അതുകൊണ്ട് സമയം എത്രയാണ്? 5:30 PM. വളരെ സിമ്പിൾ അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതുണ്ടായിരിക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീനിഷ് മെറിഡിയൻ ടൈമും തമ്മിലുള്ള വ്യത്യാസം 5 hours 30 minutes ഇൻ അഡ്വാൻസ്, മുന്നോട്ട് അല്ലേ? അത് ഓർത്തിരിക്കുക. ഇപ്പോൾ സമയം 7:15 ആകുന്നു അല്ലേ? 7:10 രാവിലെയാണ്, AM ആണ്. 7:10 AM ആണ് ഇപ്പോൾ സമയം. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്രീനിച്ചിലെ അല്ലെ ലണ്ടൻ ഇംഗ്ലണ്ടിലാണല്ലോ അല്ലേ? ലണ്ടൻ അടുത്താണല്ലോ ഗ്രീനിച്ച്. അപ്പോൾ ഗ്രീനിച്ച് ലൈനിലെ അല്ലെ ലണ്ടനിലെ സമയം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സമയം അല്ലേ? ബ്രിട്ടനിലെ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ സമയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോഴത്തെ ഇവിടെ 7:10 എന്നുള്ള ഈ സമയത്തിൽ നിന്നും 5 മണിക്കൂറും 30 മിനിറ്റും പുറമോട്ട് എണ്ണിയാൽ മതി, പുറമോട്ട് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടിലെ സമയം കൃത്യം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ലണ്ടനിലെ ടൈം, ലണ്ടൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെല്ലാം ഇപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഉണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ സാധിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നും ഗ്രീനിഷ് മെറിഡിയൻ ടൈം. ഇപ്പം നമ്മൾ ഇപ്പോൾ 7:15 ആകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 5 മണിക്കൂറും 30 മിനിറ്റും പുറമോട്ട് കുറച്ച് എണ്ണി എടുക്കണം. അന്നേരം നമുക്ക് കിട്ടും അവിടുത്തെ സമയം, ലണ്ടനിലെ സമയം കിട്ടും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് 2 പ്രോബ്ലംസ് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 70 ലാസ്റ്റിലും 18-ലുമായിട്ട് 2 പ്രോബ്ലംസ്.
എക്സാമ്പിൾ 1 കണ്ടല്ലോ. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ന്യൂയോർക്ക്? ന്യൂയോർക്കിലെ സമയമാണ് കണ്ടെത്തേണ്ടത്. ന്യൂയോർക്ക് 74 ഡിഗ്രി വെസ്റ്റിൽ കിടക്കുന്ന സ്ഥലമാണെന്ന് ഓർക്കുക. എവിടെയാണ് ന്യൂയോർക്ക്? ന്യൂയോർക്ക് എവിടെയാണ്? ന്യൂയോർക്ക് എന്ന് കേട്ടു. 74 ഡിഗ്രി വെസ്റ്റ് കിടക്കുന്നതാണ്. ഞാൻ ചോദിച്ചത് ഇത് ഏത് സ്ഥലത്താണ്? ന്യൂയോർക്ക്. ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് ഏത് രാജ്യത്താണെന്ന് ഞാൻ ചോദിച്ചത്. അമേരിക്കയിലാണ്. അല്ലേ, അമേരിക്കയിലാണ്, USA-യിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ന്യൂയോർക്ക്. അപ്പോൾ ന്യൂയോർക്കിലെ സമയം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് ഗ്രീനിച്ചിലെ സമയമാണ്. അപ്പോൾ ഇന്ത്യയിലെ സമയം നമ്മൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഉള്ളൂ. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യയിലെ സമയം നമ്മൾ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് മാറിയുള്ള രാജ്യമായതുകൊണ്ട് കൂട്ടിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രീനിച്ചിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി കിടക്കുന്ന സ്ഥലമാണ്, അല്ലേ, അമേരിക്കയിലെ ന്യൂയോർക്ക്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സമയം കുറയ്ക്കേണ്ടതായിട്ട് വരും. ആ വ്യത്യാസമേ ഉള്ളൂ, അല്ലേ. ഇവിടെ നമ്മൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ പുസ്തകത്തിലെ പ്രോബ്ലത്തിനകത്ത് കുറച്ചെടുക്കണം. ഒന്ന് വേഗം ചെയ്തേ. വളരെ സിമ്പിളാണ്. അപ്പം തന്നെ നിങ്ങളുടെ ഈ ബുക്കും പേനയും വേണമെന്ന് ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. പുസ്തകത്തിൽ അത് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകാം. ഓക്കെ, എല്ലാവരും ചെയ്തേ തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നല്ല വലിയ മഹാസംഭവമൊന്നുമില്ല. ഒരു സാധാരണ UP ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്നതും ചെയ്യാവുന്നതുമായിട്ടുള്ള സംഗതികളേ ഉള്ളൂ, അല്ലേ. ഒരു 6ലോ 7ലോ പഠിക്കുന്ന കുട്ടിക്ക് ചെയ്യാവുന്ന കണക്ക് നമ്മളിവിടെ ചെയ്യുന്നില്ല. വലിയ സംഭവമൊന്നും ചെയ്യുന്നില്ല. ചെയ്തേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റെപ്പ് എഴുതി തന്നെ എനിക്ക് ചെയ്തു. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഗ്രീനിച്ചിലെ സമയം എത്ര? നട്ടുച്ച 12 മണി, 12 noon. ഈ സമയത്ത് 74 ഡിഗ്രി വെസ്റ്റിലേക്ക് മാറിക്കിടക്കുന്ന ന്യൂയോർക്കിലെ സമയം കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്, അല്ലേ. അപ്പോൾ ഇവിടെ വലതുവശത്ത് നമുക്ക് ഗ്രീനിച്ചിൻ്റെ ഒന്ന് എഴുതാം. ഗ്രീനിച്ചിലെ സമയം 12 noon ആണ്. ഇത് ഈസ്റ്റിലായതുകൊണ്ട് ഞാൻ, അല്ലേ, ഗ്രീനിച്ചിലെ ആദ്യം വരച്ചെന്നേ ഉള്ളൂ. വെസ്റ്റിലോട്ട് പോവാണ്. 74 ഡിഗ്രി വെസ്റ്റ്, ഇവിടെയാണ് ന്യൂയോർക്ക്, അല്ലേ. ഓക്കെ, സമയം കണ്ടുപിടിച്ചു. ഇവിടെ 12 മണി. ഇത് 0 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. ഈസ്റ്റുമല്ല വെസ്റ്റുമല്ല, പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി. ഇവിടെ നിന്ന് നിങ്ങൾ 74 ഡിഗ്രി പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുക. അവിടെ ചെന്നിട്ട് സമയം എത്രയാണെന്ന് ഇപ്പം തന്നെ ചോദിക്കുക, അല്ലേ. സഞ്ചരിക്കുന്ന ദൂരം സമയം നമ്മൾ എടുക്കുന്നില്ല ഇവിടെ, കേട്ടോ. സിമ്പിൾ അല്ലേ? പറഞ്ഞോ. 1 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം വേരിയേഷൻ 4 minutes. അതുകൊണ്ട് 74 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം വേരിയേഷൻ 74 × 4, അല്ലേ. ഒന്ന് ചെയ്തേ. മനസ്സിൽ ചെയ്യാവുന്നേ ഉള്ളൂ. 4 16, ശിഷ്ടം 1, 7 4 1 29. ശരിയാണോ? 296 മിനിറ്റ്സ്. നിങ്ങൾക്ക് പട്ടികയൊക്കെ അറിയാമോ? ടേബിൾ അറിയാമോ? ഗുണനപ്പട്ടിക അതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, എന്നാ പറഞ്ഞോ, ചെയ്തോ. 296 minutes. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തിന്? എന്തിനെ ഡിവൈഡ് ചെയ്യണം? എന്തുകൊണ്ട്? 60 കൊണ്ട് ഹരിക്കണം. ശരി, ഞാൻ 60 കൊണ്ട് ഹരിച്ചു. എന്തിനാണ് ഹരിച്ചത്? മിനിറ്റിനെ മണിക്കൂറാക്കാൻ. എന്താ പറയാത്തത് നിങ്ങൾ? രാവിലെ ഉറക്കത്തിന്റെ മൂഡിലാണോ? 296 മിനിറ്റ്സിനെ മണിക്കൂറാക്കി എടുക്കാൻ, അവേഴ്സ് ആക്കി എടുക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 60 കൊണ്ട് ഡിവൈഡ് 0 മാറ്റണമെങ്കിൽ നമുക്ക് 29.6 എന്ന് കൊടുത്തിട്ട് 0 അങ്ങ് മാറ്റാം, അല്ലേ. എല്ലാ ഡിവിഷൻ പഠിക്കുന്നത്. 10 കൊണ്ട് ഹരിച്ചു, 0 കളഞ്ഞു, 29.6. 29.6നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 29.6 ഡിവൈഡഡ് ബൈ 6 എങ്ങനെ വരും? പറഞ്ഞോ. 6 4 24, അല്ലേ.
6 × 4 24. ഇഷ്ടം 5 വരുന്നു. അപ്പോൾ അവിടെ പോയിന്റ് ഇടുന്നു, 6 ഇറക്കി എഴുതുന്നു. ഇത്രയും ചെയ്താൽ മതി, കൂടുതൽ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. കാരണം നമുക്ക് സമയമാണ് കണക്ക് കൂട്ടിയെടുക്കേണ്ടത്. 4 മണിക്കൂർ 4 hours എന്ന് കിട്ടി. പിന്നെ റിമൈൻഡറായിട്ട് വരുന്ന 56നെ നമുക്ക് മിനിറ്റ്സ് ആയിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? കാരണം മിനിറ്റ്സിനെയാണ് നമ്മൾ ഹരിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് മുകളിൽ വന്നത് ഹരണഫലം അല്ലേ? ഇത് 4 hours ആണ്. റിമൈൻഡറായിട്ട് വന്ന 56നെ നമ്മൾ മിനിറ്റ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. കൂടുതലായിട്ട് മുന്നോട്ട് പ്രോഗ്രസീവായിട്ട് ചെയ്തു പോകണ്ടായി കണക്ക് കേട്ടോ. അങ്ങനെ വേണം എപ്പോഴും നിങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. തെറ്റെന്ന് പറഞ്ഞാൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും. തെറ്റൊന്നുമില്ല, കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ 4 hours and 56 minutes ആണോ? 4 hours and 56 minutes കുറവാണ് എവിടുത്തെ സമയത്തെക്കാട്ടില്? ഗ്രീനിച്ചിലെ സമയത്തെക്കാട്ടിൽ. ഗ്രീനിച്ചിലെ സമയം 12 noon ആണ്. 4 hours 56 minutes നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചെടുക്കണം. വേണ്ടേ? അങ്ങനല്ലേ വേണ്ടേ? ആണോ? 4 hours 56 minutes നമ്മൾ പുറമോട്ട് എണ്ണി എടുക്കണം. എങ്ങനെയാന്ന് പുറമോട്ട് എണ്ണിക്ക്? 12 തുടങ്ങുന്നത്, നട്ടുച്ച 12 മണി. 1 മണിക്കൂർ പുറമോട്ട് എണ്ണി. നിങ്ങൾ പറ, ഞാൻ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ടിരിക്കുക. 11 മണി AM ആണോ PM ആണോ? AM. 12 മണി നട്ടുച്ചയ്ക്ക് ഇപ്പുറം ഉള്ളതാണ്. AM ആണ്. പിന്നെ 10 മണി നിങ്ങൾ എണ്ണ്. 11, 10, 9, 8 ആണോ? ഇനി എങ്ങനെ എണ്ണും? ഇനി 56 മിനിറ്റ് കൂടെ കുറയ്ക്കുക വേണ്ടത് അല്ലേ? ആണോ? ഇപ്പുറത്തുള്ള 7 വരാൻ പറ്റത്തില്ല. നമുക്ക് 7 വന്നു കഴിഞ്ഞാലും ഒക്കത്തില്ല. കാരണം 56 മിനിറ്റേ ഉള്ളൂ. 60 മിനിറ്റ് വരണം 7 വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ 60-ൽ നിന്നും 56 കുറയ്ക്കുമ്പോൾ 4 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ? 7 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 നമുക്ക് വരാനാകും. 7 എന്നുള്ളത് എടുക്കാം നമുക്ക്. 7ൻ്റെ കൂടെ കുറച്ചുകൂടെ വരും. എങ്ങനെ വരും അത് കാൽക്കുലേഷൻ? 60 - 56 ചെയ്യണം. അപ്പോൾ 4 minutes എന്ന് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ 7 hours 4 minutes എന്ന് വെച്ചാൽ 7 മണിയും 4 മിനിറ്റും കൂടെ എന്നർത്ഥം. അതായത് 74 ഡിഗ്രി വെസ്റ്റ് അല്ലേ മെറിഡിയനായിട്ട് വരുന്ന ന്യൂയോർക്കില് സമയം ഇപ്പോൾ 4 അല്ലേ ഹവേഴ്സും 0.4 മിനിറ്റ്സും ഈ 12 noon നിന്നും അല്ലേ കുറച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 4.04 AM അങ്ങനെ എഴുതാം അല്ലേ? അതായത് 4 മണിക്കൂറും 56 മിനിറ്റും നമ്മൾ പുറമോട്ട് കുറച്ചെടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കിട്ടിയത് അല്ലേ? മനസ്സിലായോ? 4 മണിക്കൂറും 56 മിനിറ്റും 12 noon നിന്നും പുറമോട്ട് നമ്മൾ എണ്ണി കുറച്ചെടുത്തു. അപ്പോൾ നമുക്ക് 4.04 AM അതായത് വെളുപ്പിനെ 4 മണി കഴിഞ്ഞ് 4 മിനിറ്റായി അല്ലേ ന്യൂയോർക്കിൽ ആ സമയത്ത്. അത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ ഈ കണക്ക്? മനസ്സിലായി. എന്താ ആകെ ഒരു ഊർജമില്ലാത്ത ഉറക്കം തൂങ്ങിയാ പറയുന്ന എല്ലാവരും. അടുത്ത ഒരു കണക്ക് നിങ്ങൾ തന്നെ ചെയ്ത് ഇപ്പം തന്നെ അതോടെ ചെയ്തിട്ട് തൽക്കാലം നമുക്ക് ഇന്ന് പിരിയാം. ഈ ചാപ്റ്റർ അതോടുകൂടി വൈൻഡപ്പ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ നമുക്കൊരു വ്യാഴാഴ്ചത്തേക്കല്ലേ നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ നമുക്കൊരു ടെസ്റ്റ് പേപ്പർ നടത്താം ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ അറിയിക്കാം നിങ്ങളുടെ ഗ്രൂപ്പിൽ കൂടെ. ഇതൊന്നും ചെയ്തേ വേഗം ഈ കണക്ക്. എക്സാമ്പിൾ 2. What will be the time at Canton, that is 114 degree east, when it is 11 PM on Monday in New York? അപ്പം നമ്മൾ പഴയ ന്യൂയോർക്കിലോട്ട് തന്നെ പോയി. ന്യൂയോർക്കിലെ സമയം ഒന്ന് മാറ്റി. ഇവിടുത്തെ സമയം 4 മണി അല്ലേ, 4 മിനിറ്റ് വെളുപ്പിനെയാണ്. അതൊന്ന് മാറ്റി പിടിച്ചു. അത് മാറ്റി പിടിച്ചിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന സമയം എത്രയാണ്? 11 PM ആണ്. അതായത് രാത്രി 11 മണി കൂട്ടി. 11 PM എന്ന് പറയുമ്പോൾ അതല്ലേ ന്യൂയോർക്കിൽ രാത്രി 11 മണിയാണ്. അങ്ങനെയാണെങ്കിൽ കാൻറ്റണിലെ സമയം കണ്ടുപിടിക്കണം. എവിടെ കാൻറ്റൺ? കാൻറ്റൺ എവിടെയാണ്?
അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കാൻറ്റൺ എന്ന് പറഞ്ഞാൽ ചൈനയുടെ പഴയ ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റി, അത് സിറ്റി തന്നെയാണ് ശരിക്കും. അവിടെ ഒരു വലിയ ടവറൊക്കെ ഉണ്ട്. അതൊക്കെ ഫേമസ് ആയിട്ട് അവിടെ പറയുന്ന കാര്യം അതാണ്. ഏതാണ്ട് 600 മീറ്റർ ഉയരത്തിലുള്ള വലിയൊരു ടവറൊക്കെ ഉണ്ട്. 600 മീറ്റർ ഉയരത്തിലുള്ള ടവറൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. 3 തവണ ഏൻഷ്യൻ്റ് ചൈനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്ന പ്രദേശമാണ്. അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള സിറ്റിയാണ് കാൻറ്റൺ. പഴയ സിൽക്ക് റൂട്ടൊക്കെ ഇല്ലേ, നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ 9ാം ക്ലാസ്സിലൊക്കെ. സിൽക്ക് റൂട്ട്, പട്ടുപാത അല്ലേ? പട്ടുതുണിപ്പാതയുടെ ആരംഭം കാൻറ്റണിൽ നിന്നാണ്. കാൻറ്റണിൽ നിന്നാണ് കരമാർഗം അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലേ നീളുന്ന സിൽക്ക് റൂട്ടൊക്കെ. പഴയ കാലത്തെ വലിയൊരു വ്യാവസായിക കേന്ദ്രമാണ്. ഇപ്പോഴും വലിയൊരു വ്യാവസായിക കേന്ദ്രമാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അല്ലേ, ഒരുപാട് ഇതായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വലിയ സിറ്റിയാണ് കാൻറ്റൺ. ചൈനയിലാണ് കേട്ടോ, സൗത്ത് ചൈനയിലുള്ള ഒരു സിറ്റിയാണ്. ഓക്കെ, അവിടുത്തെ സമയമാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. 114 ഡിഗ്രി ഈസ്റ്റ് അവിടുത്തെ ടൈം മെറിഡിയനാണ്. 114 ഡിഗ്രി ഈസ്റ്റാണ് അവിടുത്തെ ടൈം മെറിഡിയൻ. നമ്മുടെ ടൈം മെറിഡിയൻ 82.5 ഡിഗ്രി ഈസ്റ്റാണ്. കാൻറ്റണിലെ ടൈം മെറിഡിയൻ 114 ഡിഗ്രി ഈസ്റ്റാണ്. കാൽക്കുലേറ്റ് ചെയ്തു. സമയം പോകുന്നു, വേഗം കാൽക്കുലേറ്റ് ചെയ്തു. പുസ്തകത്തിൽ ചെയ്ത് തന്നിട്ടുണ്ട്, എന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് പുസ്തകത്തിൽ ഇതുമായിട്ട് ഒത്തു നോക്കുക കേട്ടോ. അങ്ങനെ ആണെങ്കിലും നമുക്കത് പഠിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. പുസ്തകത്തിൽ ആ പടവും സഹിതം തന്നിട്ടുണ്ട്. 0 ഡിഗ്രി തന്നിട്ടുണ്ട്, ന്യൂയോർക്കിൻ്റെ തന്നിട്ടുണ്ട്, കാൻറ്റണിൻ്റെ തന്നിട്ടുണ്ട്. ഓക്കെ, വേഗം. ഇവിടെ 3 ലൈൻസ് നമുക്ക് വരയ്ക്കാം അല്ലേ? ഇടത്തെ അറ്റത്ത് ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ 74 ഡിഗ്രി വെസ്റ്റ് ആണ്. ഇത് 0 ഡിഗ്രിയാണ് ഗ്രീൻവിച്ച് മെറിഡിയൻ. ഇത് കാൻറ്റൺ ആണ്. കാൻറ്റണിലെ സമയത്തിൻ്റെ കണക്കാക്കേണ്ട ടൈം മെറിഡിയൻ 114 ഡിഗ്രി ഈസ്റ്റ് ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ 74 ഡിഗ്രി വെസ്റ്റ് ആണ് ന്യൂയോർക്ക് അല്ലേ? ഗ്രീനിച്ച് 0, കാൻറ്റൺ 114 ഡിഗ്രി ഈസ്റ്റ്. ടൈം വേരിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം പറ? ടൈം വേരിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത് കണ്ടുപിടിക്കണം. 74 ഡിഗ്രിയിൽ നിന്നും 0 വരെ വരുമ്പോൾ അല്ലേ, ഈ ഡിസ്റ്റൻസ് എത്ര വരും? 74 ഡിഗ്രിയാണ്. ആണോ? 74 ഡിഗ്രിയിൽ നിന്ന് 0യിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, 0യിൽ നിന്ന് 74ലേക്കുള്ള ഡിസ്റ്റൻസ് 74 ഡിഗ്രിയാണ്. ഡിഗ്രി വിട്ട് നമ്മൾ ഡിഗ്രിയിലാണ് പറയുന്നത് ഇവിടെ കേട്ടോ. ലാൻഡ് പോർഷനിലെ ഡിസ്റ്റൻസ് അല്ല, കിലോമീറ്റർ ഡിസ്റ്റൻസ് അല്ല, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെൻട്രൽ പോർഷൻ, ഭൂമിയുടെ സെൻട്രലിലേക്കാണ് വരുന്നത് അല്ലേ. സെൻട്രലിൽ വരുന്ന ഡിഗ്രിയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്, 74 ഡിഗ്രി. ഓക്കെ, 0യിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത് ഡിഗ്രിയിൽ പറയണം, 74 ഡിഗ്രി. അതുപോലെ 0യിൽ നിന്നും കാൻറ്റണിലേക്കുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത് അല്ലേ, എത്രയാണ്? 114. 0യിൽ നിന്നും 114 ഡിഗ്രി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ന്യൂയോർക്കും കാൻറ്റണും തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത് കിട്ടത്തുള്ളൂ അല്ലേ. ഇവിടെ ആഡ് ചെയ്യണം. നമ്മൾ മുമ്പേ നമ്മൾ കുറയ്ക്കുക ചെയ്തത്, 82.5 നിന്നും 0 കുറച്ചപ്പോഴാണ് നമ്മുടെ ഇത് കിട്ടിയത് അല്ലേ. അല്ലെങ്കിൽ ന്യൂയോർക്കും ഗ്രീനിച്ചും കൂടെ കണ്ടുപിടിച്ചപ്പോഴും നമ്മൾ തമ്മിലുള്ള ഡിഫറൻസാണ് കണ്ടത്. ഇവിടെയും ഡിഫറൻസ് കാണുവാണ്, പക്ഷേ ഡിഫറൻസ് കണ്ടിട്ട് പിന്നെ നമ്മൾ കൂട്ടണം അല്ലേ. 114 നിന്ന് 0 കുറയ്ക്കണം, 74 നിന്ന് 0 കുറയ്ക്കണം. അങ്ങനെ 2 വാല്യൂ നമുക്ക് കിട്ടും, 74 ഡിഗ്രി 114 ഡിഗ്രി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ശരിക്കും ഇത്രയും ഉള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത് നമുക്ക് കിട്ടുക. കൂട്ടിയോ? എത്ര കിട്ടി? എത്ര കിട്ടി പറഞ്ഞോ? യെസ്, 188 ഡിഗ്രി എന്ന് കിട്ടി. 188 ഡിഗ്രിയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വിഡ്ത്ത്. ഇനി നമുക്ക് സിമ്പിളാണ് ബാക്കി കാര്യങ്ങൾ. എന്തോ പറഞ്ഞോ? 1 ഡിഗ്രിക്ക് 4 മിനിറ്റ്സ് ആണെങ്കിൽ 188 ഡിഗ്രിക്ക് 188 ഇൻറ്റു 4 എത്ര കിട്ടി? 188 ഇൻറ്റു 4 എത്ര കിട്ടി?
752 മിനിറ്റ്സ്. എല്ലാവർക്കും കിട്ടിയോ? ചെയ്തോ? ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പറഞ്ഞോ, അടുത്തത് പറഞ്ഞോ. മിനിറ്റ്സിനെ അവേഴ്സ് ആക്കണം. അതിനായിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 752 ഡിവൈഡഡ് ബൈ 60 ആണോ? അതെങ്ങനെ ചെയ്യും? 0 ക്യാൻസൽ ചെയ്യാം. 75.2 എന്നിടാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അവിടെ അല്ലേ? എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ 75.2 ഡിവൈഡഡ് ബൈ 6 ഇനി ചെയ്താൽ മതി. ആണോ? അങ്ങനെ ചെയ്യും. ആണോ? ശരിയാണെന്ന് പറയണം. .2 താഴോട്ട് ഇറക്കി എഴുതി. ഇവിടെ കൊണ്ട് നിർത്തണം കേട്ടോ. ഇവിടെ കൊണ്ട് ആ പരിപാടി നിർത്തണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 അവേഴ്സ് ഇവിടെ കിട്ടി. 32 മിനിറ്റ്സും കിട്ടി കേട്ടോ. 6 1 6 ശിഷ്ടം 1 5 ഇറക്കി എഴുതി. 6 2 12 ശിഷ്ടം 3 പോയിന്റ് ഇട്ടു 2 ഇറക്കി എഴുതി. ഇവിടെ കൊണ്ട് നമ്മൾ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും. എന്ത് കിട്ടി? പറഞ്ഞോളൂ. 12 മണിക്കൂറും 32 മിനിറ്റും 12 hours 32 minutes. ഇനിയും ആണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ന്യൂയോർക്കിലെ സമയമാണ് നമുക്കറിയാവുന്നത്. ആണോ? ന്യൂയോർക്കിൽ സമയം എത്ര? 11 പറഞ്ഞോ? PM. 11 PM ആണ് ന്യൂയോർക്കിലെ സമയം. ഇതിൽ നിന്നും ഈസ്റ്റിലേക്ക് സഞ്ചരിച്ച് കാന്റണിലെത്തുമ്പോൾ സമയം കൂടുമോ കുറയുമോ? സമയം കൂടുമോ കുറയുമോ? പറ. സമയം കൂടണം അല്ലേ? അപ്പൊ എത്ര കൂടണം? 12 അവേഴ്സും 32 മിനിറ്റ്സും കൂടണം. അതിന് നമ്മൾ എണ്ണി തന്നെ എടുക്കണം. മനസ്സിലായോ? 11 PM എന്നുള്ളതിൽ നിന്നും മുന്നോട്ട് നമ്മൾ എണ്ണുകയാണ്. പറഞ്ഞോ? 12 1 മണിക്കൂർ എടുത്തപ്പോൾ അപ്പോൾ നൂണാണ് അല്ലേ? ആണോ? അതോ മിഡ് നൈറ്റ് ആണോ? പറ. നൂണാണോ മിഡ് നൈറ്റ് ആണോ വരിക? 11 PM രാത്രിയാണ്. 1 മണിക്കൂർ മുന്നോട്ട് കൂട്ടിയപ്പോൾ 12 PM എന്നോ AM എന്നോ പറയാനോ അതിൽ 12 മിഡ് നൈറ്റ് ആണ്. പിന്നെ നമ്മൾ മുന്നോട്ട് കൂട്ടണം. കൂട്ടിക്കോ. 1 2 അല്ലേ? ഞാൻ കൂട്ടി പോണം. 12 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ 12 മണിക്കൂർ കൂട്ടി അല്ലേ? 11 വന്നു. 11ൻ്റെ കൂടെ പിന്നെ ഇനി 32 മിനിറ്റ്സ് കൂടെ നമുക്ക് കൂട്ടാനുള്ളൂ അല്ലേ? 32 മിനിറ്റ്സ് കൂടെ കൂട്ടിയാൽ മതി. അപ്പം 11.32 അല്ലേ? AM ആണോ PM ആണോ? AM ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് കാന്റണിലെ സമയം കിട്ടി. 114 ഡിഗ്രി ഈസ്റ്റിലെ സമയം കിട്ടി. 11.32 AM അല്ലേ? അത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളായിട്ട് തോന്നിയില്ലേ? അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈം കാൽക്കുലേഷൻ എങ്ങനെ നടത്തും? അതായത് വേർഡ് ടൈം കാൽക്കുലേഷൻ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ പ്രോസസ്സ്. സംഗതി കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ചുള്ള ടൈം വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ സമയം നമ്മളോട് ചോദിച്ചോളൂ, നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്ങനെ പറയാൻ സാധിക്കും? ഏത് രാജ്യത്തെ സമയമാണോ നമുക്കറിയേണ്ടത്, അവിടുത്തെ ടൈം മെറിഡിയൻ ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ടൈം മെറിഡിയൻ അറിയാമെങ്കിൽ നമുക്ക് ആ പ്രദേശത്തിൻ്റെ സമയം കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. ഗ്രീനിച്ചിലെ സമയം തന്നെ തരണമെന്ന് നിർബന്ധവും ഇല്ല അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച ന്യൂയോർക്കിലെ സമയത്തിൽ നിന്നാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമോ അല്ലെ ന്യൂയോർക്കിലെ സമയമോ അല്ലെ ഗ്രീനിച്ചിലെ സമയമോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ സമയമോ തന്നിട്ട് അല്ലേ ആ രാജ്യത്തിൻ്റെ ടൈം മെറിഡിയൻ നമ്മൾ അറിയണമെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു രാജ്യത്തിൻ്റെ സമയം എത്ര ആയി കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ വേൾഡ് ക്ലോക്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ എല്ലാം ഫോണുകളിലുണ്ട് അല്ലേ? സ്മാർട്ട് ഫോണുകളിലെല്ലാം ഉണ്ട് ഇപ്പോൾ. അത് വെച്ചിട്ട് നമുക്ക് ലോകത്തെ ഏതൊരു രാജ്യത്തെ ഏതൊരു സിറ്റിയിലെയും സമയം
അല്ലേ? ഒരു ക്ലിക്കിൽ കൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അങ്ങനെ തീരുന്നു. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച വേണോ വെള്ളിയാഴ്ച വേണോ നിങ്ങൾ പറഞ്ഞോ? വ്യാഴാഴ്ച വേണോ വെള്ളിയാഴ്ച വേണോ നിങ്ങളുടെ പരീക്ഷ? വ്യാഴാഴ്ച വെള്ളിയാഴ്ച നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. നെക്സ്റ്റ് തേഴ്സ്ഡേയിലോ ഫ്രൈഡേയിലോ വെച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച ആയിക്കോട്ടെ അല്ലേ? വ്യാഴാഴ്ച നമുക്കൊരു വൈകിട്ട് മതി, ഒരു 5 മണി 6 മണി സമയം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 7 മണി 8 മണി സമയം. ഇതിലേത് വേണം പറഞ്ഞോ? രാത്രിയിലായിക്കോട്ടെ അല്ലേ? ഓക്കെ ഓക്കെ. ക്ലാസ് ഒന്നും ഇല്ലല്ലോ അന്നേരം ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അന്നേരം പരീക്ഷയുടെ ഡേ ആണെന്ന് തോന്നുന്നില്ലെന്ന്. എനിവേ 7 മണി 8 മണി സമയം കുഴപ്പമില്ല, കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ 7 PM to 8 PM നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ, 25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ചുമ്മാതെ എഴുതരുത് കേട്ടോ. പുസ്തകം നോക്കിയോ എഴുതി വെച്ച നോട്ട് നോക്കിയോ ഒന്നും പാടില്ല, തന്നെ താനെ നിങ്ങൾ ചെയ്യണം. ഇതിനകത്ത് ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം ഞാൻ ചോദിക്കും കേട്ടോ. ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം, ഇപ്പോൾ പഠിപ്പിച്ച 3 പ്രോബ്ലം ഉണ്ടല്ലോ, 3-4 പ്രോബ്ലം പഠിച്ചില്ലായിരുന്നു നമ്മൾ, അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും എന്ന് വിചാരിച്ചോണം. അത് തന്നെ ആവണമെന്നില്ല. ചിലപ്പം ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ വാല്യൂ ഒക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, കാരണം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പുസ്തകം നന്നായിട്ട് വായിച്ച് പഠിക്കുക. നോട്ടുകളൊക്കെ എഴുതുന്നുണ്ടല്ലോ എല്ലാവരും? സമ്മറൈസ്ഡ് ആയിട്ടുള്ള നോട്ട് കൃത്യമായിട്ട് എഴുതി പോകണം. ഓരോ ദിവസം പഠിപ്പിക്കുന്ന അന്നെന്ന് എഴുതി പോകണം. ഇതുപോലെയുള്ള പ്രോബ്ലംസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യണം. പിന്നെ പരീക്ഷ എഴുതുന്നതും നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ആക്ടിവിറ്റി ബുക്കല്ലേ, അത് നിങ്ങൾ അങ്ങോട്ടിപ്പുറം മറിച്ച് നോക്കി നിങ്ങളൊന്നും എഴുതാതിരുന്നാൽ മതി. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കാര്യമെല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ ഫ്രഷ് ആയിട്ടൊരു പേജ് എടുത്ത് വെച്ചിട്ട് അതിൽ ടെസ്റ്റ് പേപ്പർ ചാപ്റ്റർ 1 എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. നിങ്ങൾ മാൽപ്രാക്ടീസ് ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നിങ്ങൾ തന്നെ പഠിച്ചിട്ട് നന്നായിട്ട് എഴുതുക. ഇങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ വെരി സിമ്പിളായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണെന്നൊന്നും ചിന്തിക്കേണ്ട അല്ലേ? നമുക്കൊരു പ്രയാസവും വരാതെ 10ാം ക്ലാസ് നല്ല മാർക്കോടെ എല്ലാ വിഷയവും പാസ്സാകാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് പഠിച്ചു പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.